യെസ്, പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാന്റെ എണ്ണ സംഭരണശാലകൾക്കു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയത്തിലെയും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറയുന്നു. ഇന്നത്തെ ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിൽ മരണസംഖ്യ 8 ആകുന്നു. 80 വയസ്സുകാരായ 2 സ്ത്രീകളും 10 വയസ്സുകാരിയായ കുട്ടിയുമാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. അതേസമയം 20 കുട്ടികൾ ഉൾപ്പെടെ 80 പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മസ്കറ്റിൽ നടക്കാനിരുന്ന US ഇറാൻ ആണവ ചർച്ചയും റദ്ദാക്കിയിട്ടുണ്ട്. അഗസ്റ്റ് സെബാസ്റ്റ്യനുണ്ട് നമുക്കിപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു തരാൻ. സെബാനെ, ഇതിപ്പം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ ഒരു സംഘർഷത്തിൻ്റെ തീവ്രത അത് കൂടി വരികയാണ്. ഇറാൻ ഇല്ലാതാകുന്നത് വരെ യുദ്ധം തുടരും, അല്ലെങ്കിൽ ഈ ഒരു നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പോലും പ്രതികരിച്ചത്. പക്ഷേ ഇസ്രായേലിൻ്റെ എണ്ണ സംഭരണശാലകൾ, അവരുടെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ നാശം വിതച്ചു എന്ന് ഇറാനും അവകാശപ്പെടുന്നു. ഇതിൽ ഏറ്റവും സങ്കീർണം സെബാനെ, ജനവാസ മേഖലകളിൽ ഈ ആക്രമണം ശക്തമാകുന്നു. അവിടെ ജനവാസ മേഖലകളിൽ നിഷ്കളങ്കരായ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? തീർച്ചയായും സേതു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുകളുടെ ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, അതായത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പുറത്തു വരുന്നുണ്ട്. ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 5 പേരായിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ 3 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേലി മാധ്യമങ്ങളും ഒപ്പം തന്നെ അന്താരാഷ്ട്ര മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ഇന്ന് കൊല്ലപ്പെട്ടത് 69-80 വയസ്സുകാരായ 2 സ്ത്രീകളും 10 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബാക്കി ഇസ്രായേൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം, അതായത് യുദ്ധത്തിൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന ഒരു റെട്ടറിക്കും കൂടിയുണ്ട്, അതായത് ഒരു വാർ ഓഫ് വേർഡ്സും ഉണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇസ്രായേൽ ഇറാനിൽ നടത്തിയത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വസതികളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളാണെങ്കിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്നത് ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ആക്രമണമാണെന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അത് ഇപ്പോൾ ടെല്ലവീവിലും, അതായത് സെൻട്രൽ ഇസ്രായേൽ, മധ്യ ഇസ്രായേൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമിക്കുന്നത്. അത് ഇറാനിയൻ മീഡിയ തന്നെ ഇറാൻ അത് ഔദ്യോഗികമായി സമ്മതിക്കുന്നുണ്ട്. പ്രധാനമായും ഹൈഫ, ടെല്ലവീവ് പോലുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ കൊല്ലപ്പെട്ടതും ടെല്ലവീവിലുള്ള തീരപ്രദേശത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 35-ലധികം ആളുകൾ മിസ്സിംഗ് ആണ്. അത് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ അവർ ഉണ്ട് എന്ന് കരുതുന്നു. അവരുടെ കൂടി നില എന്താണ് എന്നത് സംബന്ധിച്ച് പുറത്തു വരുമ്പോഴായിരിക്കും മരണസംഖ്യയെ സംബന്ധിച്ച് ഇസ്രായേൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവഹാനി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം തന്നെ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഇത് പ്രധാനമായും പുലർച്ചെ അല്ലെങ്കിൽ രാത്രി ഏറെ വൈകിയാണ് ആക്രമണങ്ങൾ നടക്കുന്ന പുതിയ ഒരു വാർഫെയർ രീതിയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം, ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെയും ആക്രമിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞു. അത് നദാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശമുണ്ടായി എന്നത് ഇറാൻ സമ്മതിച്ചു. പക്ഷേ വീണ്ടും ഇന്നലെ അവരുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ സൈനിക മേധാവി ഇയാൽ സമീർ നടത്തിയ പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ടെഹ്റാനിലെവിടെയും സ്വതന്ത്രമായി ഇസ്രായേലിൻ്റെ ജെറ്റ് വിമാനങ്ങൾക്ക് പറന്നു പോകാം. ഇനി അത്രമാത്രം അതിലേക്കുള്ളൊരു പാത നമ്മൾ വിരിച്ചു കഴിഞ്ഞു. ഇനി ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കൊരു ആക്രമണമുണ്ടായാൽ ടെഹ്റാൻ കത്തും തുടങ്ങിയ പ്രസ്താവനകളൊക്കെ തന്നെയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഏതായാലും പക്ഷേ ആ പ്രസ്താവനകൾക്കൊന്നും ഇറാൻ്റെ ആക്രമണത്തെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഈ ദിവസം മനസ്സിലാവുകയും ചെയ്തു. വീണ്ടും ആയിരക്കണക്കിന് മിസൈലുകളാണ് അയച്ചത് എന്നാണ് പല റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അയൺ ഡോം പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. അത് നിരവധിയായ മിസൈലുകൾ ആക്രമണത്തെ തടുക്കാം. എങ്കിലും ഇത്രയും വലിയ ബരാഷ് ഓഫ് മിസൈൽ അറ്റാക്ക് വരുന്ന സമയത്ത് അതിനെ കൃത്യമായി തടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനമെന്നാണ് നമ്മളുടെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ജനവാസ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ
ഈ ആക്രമണത്തിൻ്റെ ഒരു സാധ്യത, ആളുകൾ കൊല്ലപ്പെടാനുള്ള, കെട്ടിടങ്ങൾ തകരാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, ഒരു ന്യൂക്ലിയർ റിസർച്ച് കേന്ദ്രം അല്ലെങ്കിൽ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം, ഇതൊക്കെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും ഉണ്ടായി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ തന്നെ ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അതാണ് സെബാനെ, ഒത്തിരി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഹൈഫ നഗരത്തിൽ നിന്നൊക്കെ പുക ഉയരുന്ന ദൃശ്യങ്ങളടക്കം വന്നിട്ടുണ്ട്. ഇതിനൊന്നും ഇതുവരെ രണ്ട് രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും അങ്ങനെയാണ് എങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണല്ലേ? തീർച്ചയായിട്ടും ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ പോലും ഈ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നുണ്ട്, ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഉണ്ടായിട്ടുള്ള ടെലവീവിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ വലിയ പുക ഉയരുന്ന ദൃശ്യങ്ങൾ അതൊക്കെ തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലുള്ള ആക്രമണമാണ്, എത്രത്തോളം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയും സ്ഥിരീകരണത്തിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ G7 മുഖ്യ അജണ്ടയായിട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ നടക്കാൻ പോകുന്ന G7 അതായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക. വീണ്ടും ലോകരാജ്യങ്ങളൊക്കെ തന്നെ, കെയർ സ്റ്റാമർ ബ്രിട്ടീഷ് UK പ്രധാനമന്ത്രിയും വീണ്ടും അത് ഡീഎസ്കലേഷനാണ് എന്നത് ആവർത്തിച്ച് പറയുന്നു, വേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇരു രാജ്യങ്ങളുടെ മേലും ഉണ്ട് എന്നതാണ് പ്രധാനം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധലക്ഷ്യങ്ങളിലൊന്നാണ് ഇറാൻ അവരുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഒരു വെപ്പൺ ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ ആയുധം എന്ന നിലയിലേക്ക് എത്തി 10 ആണവായുധങ്ങൾ ഉണ്ടാക്കുക. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 9 എന്നാണ്. പക്ഷേ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കമുള്ളവർ പറയുന്നത് 10 ആണവായുധങ്ങൾ പോലും ഉണ്ടാക്കുക. ആ ദിവസങ്ങൾ മാത്രം അകലെയാണ് അവർ നിൽക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നതും. പക്ഷേ എത്രത്തോളം അത് മറ്റ് റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെയുള്ള നാശനഷ്ടം ഇറാനിൽ വരുത്താൻ കഴിഞ്ഞോ എന്നതൊരു ചോദ്യമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ 5-ലധികം ആണവ കേന്ദ്രങ്ങൾ പല സ്ഥലത്തായി ഇറാനിലെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഫോർദോ ആണ്. ഫോർദോയിലേത് ഒരു മലയിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. അത് ഭൂഗർഭത്തിലേക്കൊക്കെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായൊരു നിർമ്മിതിയാണ് അതിനുള്ളത്. അതിന് നാശനഷ്ടം വരുത്താൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് സംശയമുണ്ട് എന്നാണ് പ്രധാനം. നെതാൻസ് മാത്രമല്ല, നെതാൻസിൻ്റെ കാര്യത്തിൽ ഇറാനും സമ്മതിക്കുന്നുണ്ട്, കാര്യമായ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. സെബാൻ, ഈ ഇന്ത്യൻസിന് എന്തെങ്കിലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ സെബാൻ? കാരണം ഇപ്പം ഇസ്രായേലിലാണെങ്കിലും 10-25,000-ഓളം പേരുണ്ട്, ഇറാനിലേക്ക് പോയാലും അതുപോലെ തന്നെ 5,000-6,000 പേരുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഇവിടെ നിന്നും അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ സുരക്ഷിതരായിരിക്കുക, ബങ്കറിലൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ തുടരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഈ സംഘർഷം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഒരു ഇവാക്യുവേഷനിലേക്കൊക്കെ കടക്കാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അങ്ങനെ. അതായത് ഈ ആളുകൾ ഷെൽട്ടറിലേക്ക് മാറുന്ന നിർദ്ദേശങ്ങളുടെ അലേർട്ട് നമുക്ക് ന്യൂസ് അപ്ഡേറ്റുകൾ കാണാൻ കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ അതായത് IDF പറയുന്നു, നിങ്ങൾ ബങ്കറുകളിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ ബങ്കറുകളിൽ അടുത്തേക്ക് മാറണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇനി ബങ്കറുകളിൽ നിന്ന് ഇറങ്ങാം തുടങ്ങിയുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ഇന്ത്യക്കാർ, മലയാളികളടക്കമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അവിടുന്ന് പുറത്ത് കടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ശരി സെബാനി, അങ്ങനെ പശ്ചിമേഷ്യ അശാന്തമാണ്.